ഗൈസ്, വെൽക്കം ബാക്ക് ടു ആർ ബി ടോക്സ്. ഇന്നത്തെ വ്ളോഗ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ് ഗൈസ്. വളരെ റിസ്കി ആയിട്ടുള്ളൊരു വ്ളോഗാണ് ഗൈസ്. എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമൂലിൽ ചോക്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോഴും മനസ്സിലായില്ല അത് കയ്പുള്ളതാണ്. കാഡ്ബറിന്ന് മാത്രമേ അറിയാം കയ്പുള്ളതാണോ എന്താണെന്നോ അറിയില്ല. ഉറങ്ങി എണീറ്റപാട് മറന്നോയി തോന്നുന്നു. ഈ സാധനം നമ്മൾ മേടിച്ച് പോയിട്ട് വലിയ ആളെ പോലെ പോയിട്ട് ഇത് മതി എന്നുള്ള മറ്റു മേടിച്ച് നോക്കുമ്പോൾ ഇതിന് കയ്പുള്ള സാധനം. ഇത് 90% കയ്പുള്ള, അതായത് കയ്പക്കേനെക്കാട്ടി കഷ്ടാണ് ഇതിൻ്റെ അവസ്ഥ. നമ്മൾ ആദ്യം തുള്ളി പോലും മധുരം ഇല്ല. അതാണ് സംഭവം. ഇവള് ആയിരുന്നു മുട്ടായി മേടിച്ച് നോക്കുമ്പോൾ ആദ്യം 40% അടുത്ത്. ഇതൊന്നും എനിക്കറിയില്ല, എല്ലാം ഇവളെ പറഞ്ഞ ഇവളെല്ലാം പറയുന്നു. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഡാർക്ക് ചോക്ലേറ്റും പിന്നെ കാരമലിൻ്റെ ഒരു ഫ്ലേവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് കണ്ടപ്പോൾ ഫസ്റ്റ് എടുത്ത സാധനത്തിന് 40% ബിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ ഇതിന് ഭയങ്കര കയ്പായിരിക്കും, അപ്പോൾ ഇത് വാങ്ങിക്കണ്ട. എന്നിട്ട് ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു. നോക്കുമ്പോൾ ഇതിന് വണ്ടൊക്കെ ആക്ച്വലി ഇതിൽ എഴുതിയിട്ടുണ്ട് 90% ബിറ്ററാണ്. പക്ഷെ ഞാൻ അത് കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് അമൂല് ഡാർക്ക് ഇന്ത്യൻ ചോക്ലേറ്റ് അത്ര മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഇത് വാങ്ങി ഇങ്ങോട്ടേക്ക് വന്ന് വീട്ടിലെത്തിയതിന് ശേഷം ഇതിങ്ങനെ അൺറാപ്പ് ചെയ്ത് അന്നേരം തിന്നിങ്ങനെ പീസ് ചെയ്ത് ഫസ്റ്റ് കൊടുത്ത വാവക്കാം. അപ്പം ഇവളെ റിയാക്ഷൻ അത്ര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ ആയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇതെന്തെങ്കിലും എന്നിട്ട് നമ്മളെ അമ്മമ്മക്ക് കൊടുത്ത് നമ്മൾ ഇന്ന് അത് ഫസ്റ്റ് ഒരു ബൈറ്റ് ചെയ്താൽ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഇനി പോകെ കുറച്ചെങ്കിലും മധുരം ഉണ്ടാവും. പക്ഷെ സത്യം പറഞ്ഞാൽ കരിനെക്കാട്ടും കഷ്ടമായിരുന്നു. ഈ സംഭവത്തിൽ കമ്പനി പേര് തന്നെ കുറച്ച് ചെറുങ്ങനെ കൊടുത്തേ. നോക്കുമ്പോൾ ഈ ബിറ്റർ എന്നുള്ള സാധനം കണ്ടിട്ടില്ല. സത്യം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ ചോക്ലേറ്റിൻ്റെ 3 സാധനം ഉണ്ടായിരുന്നു. ഒന്ന് ഷുഗർ ഫ്രീ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഷുഗർ ഫ്രീ തന്നെ കാണുന്നത്. ഷുഗർ ഫ്രീ അത് വേണ്ട, ഡാർക്ക് ചോക്ലേറ്റ് നല്ല കണ്ടിട്ട് മേടിച്ചത്. ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് നല്ല ഇതുവരെ കണ്ട ഞാൻ ഈ 90% കണ്ടിട്ടില്ല, ബിറ്ററും കണ്ടിട്ടില്ല ഗൈസ്. ഇവളും കണ്ടിട്ടില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ അത് എടുക്കേണ്ടതായിരുന്നു ഗൈസ്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളെ വാവ തന്നെ ഫുള്ള് സന്തോഷമായിട്ട് ഇതെല്ലാം പൊളിച്ച് ഇത് തിന്നാലോ എന്നെല്ലാം വിചാരിച്ച് നിൽക്കുമ്പോൾ ഫസ്റ്റ് ബൈറ്റ് തന്നെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക്. ഞാൻ പിന്നെ പാക്കറ്റ് നോക്കുമ്പോൾ ബിറ്റർന്ന് കണ്ടേ ചങ്ക് പൊട്ടിപ്പോയി. എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ 90% ബിറ്റർ. അപ്പോൾ നമ്മൾ ഈ സംഭവം ഇന്ന് എന്താക്കുക വെച്ച് ഇതിന് മൊത്തം മെൽറ്റാക്കിയിട്ട് വേറെ തന്നെ ചോക്ലേറ്റ് ആക്കാൻ പോക്കാണ് ഗൈസ്. ഞങ്ങളിപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോക്കാണ്. ഇതിന് ആദ്യം മെൽറ്റ് ചെയ്യണം. ഇതാണ് കാഡ്ബറി. നല്ല മണമുണ്ട്, ടേസ്റ്റ് ഇല്ലാന്നേ ഉള്ളൂ. നമുക്ക് ചോക്ലേറ്റ് ആക്കണ്ടേ? ആക്കും വേണോ ചോക്ലേറ്റ്? ആക്കിട്ടേ തിന്നു, ഇപ്പൊ തിന്നില്ല. ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോക്കാണ്. നമ്മളെല്ലാം അടുപ്പത്ത് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ മേലെ ഇങ്ങനെ വെക്കുന്നുണ്ട്. യെസ്, എനിക്കൊന്നും അറിയില്ല, മെൽറ്റാവും തോന്നുന്നു. ഞങ്ങൾ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്. മിൽക്ക് ചോക്ലേറ്റ് അല്ലേ ചിഞ്ച? അപ്പം നമ്മളിതിനെ ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഇത് കുറച്ചല്ലേ ഇത് ചോക്ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞല്ലേ ഗൈസ്, ഇതൊരു റിസ്കി വ്ളോഗാണെന്ന് കണ്ട. ഇതൊന്നും മെൽറ്റായി കിട്ടിയ അമ്മേ എൻ്റെ കൈയെല്ലാം പൊള്ളി പണ്ടായിരുന്നു. ഇതാ ഇരുന്ന് വെള്ളം ഇങ്ങനെ തെറിച്ചിട്ട് എല്ലാം പോട്ടെ. വെള്ളം നല്ല ചൂടാവുന്നുണ്ട്, സാധനം മെൽറ്റ് ആവുന്നില്ല. ഞങ്ങളിത് പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ മെൽറ്റ് ചെയ്ത് ഫുള്ള്. കുറേ പാല് ചിലവായിട്ടുണ്ട്. ഇതിപ്പം നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കട്ടയൊന്നും അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നില്ല. ഇനി പഞ്ചസാര ഇടുക, ഇളക്കുക, അത്ര തന്നെ. ഈ ഒരു സാധനം ആക്കാൻ നമ്മൾ എത്ര ചീത്ത ഇട്ടറിയോ? നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് ലൈക്ക് ഈ ഒരു ക്രീമി സ്ട്രക്ചർ വരെ ഞാൻ കുറേ കഷ്ടപ്പെട്ട്. ഇല്ലെങ്കിൽ എന്നെ ഇന്ന് കൊല്ലുന്നുണ്ടായി. ഞാൻ ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നുണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാൻ പോവാണ് ഇതിൻ്റെ അകത്തേക്ക്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ചിഞ്ചോ ടേസ്റ്റ് ഉണ്ട് ചിഞ്ചോ? അടിപൊളി. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഇത് നല്ല ക്രീമി സ്ട്രക്ചറിൽ എത്തിയിട്ടുണ്ട്. ഗൈസ് ഇത് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം കണ്ടതാണ്. എൻ്റെ വാവ എടുത്ത് മാറ്റി വെച്ചതിന് 2 പീസ്. അപ്പം ഇതിനെയും കൂടി ഒന്നും കൂടി മെൽറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയാം നീ എന്നെ വാങ്ങിയതല്ലേ, അപ്പം നീ എന്നെ തിന്ന് തീർത്തോന്ന്. അപ്പം ഞാൻ ഒരു മധുരം പോലും ഇല്ലാത്ത ഈ സാധനം ഞാൻ തിന്ന് തീർക്കാൻ നോക്കാം. തൊണ്ടേന്ന് ഇറക്കാൻ പറ്റൂല ഈ സാധനം.
അത്രത്തോളം കയ്പ്പാണ്. ഇതെന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇവളെ ശരിക്കുള്ള റിയാക്ഷനാണ്. ഇത് നമ്മൾ കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ വരെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇവളെ കൊണ്ട് തീറ്റിച്ചേ പറ്റൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 40% കണ്ടിട്ട് 90% എടുത്തതാണ്. അപ്പം നമ്മൾ എന്താക്കണം, തീറ്റിച്ചേ പറ്റൂ. അല്ലേ ചിഞ്ചോ? അതെ. ഇവളിവിടെ പിസ്തയൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് നമ്മളെ മിക്സിലോട്ട് ചേർക്കാൻ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ ഈ പിസ്ത നമ്മളിങ്ങനെ നമ്മളെ മിക്സിലോട്ട് ഇടുന്നുണ്ട്. കുറച്ചും കൂടി നമുക്ക് വെറൈറ്റി സംഭവമാക്കണ്ടേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അമേസിങ്, റിയലി അമേസിങ്. വളരെ എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കാഷ്യൂ, അതേപോലെ അമ്മ ബദാം മുറിക്കുന്നുണ്ട്. ആയിലെല്ലാം കണ്ടാ ചോക്ലേറ്റ്. അപ്പോൾ ഗായ്സ് ബദാം പിന്നെ കാഷ്യൂ എല്ലാം കൂടി മിക്സ്ചർ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇടും. ഗൈസ് ഇപ്പോൾ നമ്മൾ ഐസ്ക്രീം അല്ല ചോക്ലേറ്റ് മൊത്തത്തിൽ മാറ്റി മറിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഫുള്ള് നട്ട്സാണുള്ളത്. നമ്മളിതൊരു പൊളി പൊളിക്കും. നട്ട്സ് നമ്മൾ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റിനെയാണ് ഫുള്ള് നട്ട്സ് എല്ലാം ഇട്ട് അടിപൊളിയാക്കി. അടിപൊളി വരാം. ഇപ്പോൾ വീഡിയോ ഷൂട്ടിംഗ് ആണ്. സീരിയൽ ഇവിടെ ഒരാൾ ഭയങ്കര പഠിപ്പാണ്. ഓ കാൽക്കുലേറ്റർ അല്ലേ ചിഞ്ചത്? ഞങ്ങൾ മൊത്തം ബട്ടർ വെച്ച് വെച്ചിട്ടുണ്ട്. മോൾഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്ലേറ്റിൽ വെച്ചിട്ടാണ് ഈ സാധനം ആക്കാൻ പോകുന്നത്. ഇനി അഥവാ കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ബട്ടറിൽ പെരക്കിയ നമുക്കിനി മിക്സ് ഒഴിക്കാം. അടിപൊളി തന്നാ മതി. ദൈവം കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടിയാക്കിയിട്ട് വേണം തിന്നാൻ. ബാബ മുക്കി തിന്നു. ഇതാ ബാക്കി വന്ന ചോക്ലേറ്റ് എല്ലാം ദോശ മുക്കി കഴിക്കുന്നുണ്ട്. ചിഞ്ചോ ഹാപ്പി അല്ലേ ചിഞ്ചോ? ഇഷ്ടായടാ? ഇവള് ഭയങ്കര ഇൻട്രസ്റ്റില്ല തിന്നാല്. വായിലിട്ട് നോക്കട്ടെ. ഓ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കാൻ പോക്കാണ്. കുറച്ച് മേലെ വെച്ചോളൂ, അത് നല്ലോണം ഫ്രീസ് ആവട്ടെ. ഓക്കെ ഗായ്സ്, ഒക്കെ സെറ്റാണ്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചോക്ലേറ്റ് റെഡി ആയി കിട്ടും. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഫ്രിഡ്ജിലെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5-6 മണിക്കൂറോളം വെക്കണം തോന്നുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചോക്ലേറ്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 5-6 മണിക്കൂറത്തേക്ക് വെക്കാം. ഇവരെല്ലാം സീരിയൽ വെക്കലാണ്. എൻ്റെ അമ്മമ്മയും സീരിയൽ വെക്കലാണ് ഗായ്സ്. യോ ഒരു ഉമ്മ കൊടുക്കടാ. ചിഞ്ചു ഉമ്മ ആയിരുന്നില്ല, അപ്പൊ നമ്മള് ചിഞ്ചുവിന്റെ മുട്ടായി ക്യാൻസൽ. മുട്ടായി ഞങ്ങളെ കാത്തിരിപ്പിന് വിരാമം വന്നിട്ടുണ്ട്. ഇതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ എങ്ങനെയാണോ ഒഴിച്ച് വെച്ചാൽ അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളിത് ഇന്നലെ 11 മണിക്കാണ് വെച്ചത്. ഇന്ന് പിറ്റേ ദിവസം 3 മണിയായിട്ടും ഇതിൻ്റെ ഒരു മാറ്റമില്ല. ഇതിൻ്റെ നമ്മളെ പാത്രമൊക്കെ നല്ല ഫ്രീസായിട്ട് വന്നിട്ടുണ്ടായി. പക്ഷേ ഏകദേശം ഒരു ഡെസേർട്ടിന് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തന്നെ തിന്നാനായിട്ട് നോക്കുകയാണ്. എന്താ വെച്ചാൽ ഇത് വെച്ചിട്ട് വെറുതെ വേസ്റ്റാണ്. അപ്പോൾ നമ്മൾ തിന്നോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ. ഇത് നല്ല ഇങ്ങനെ കട്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള കാഡ്ബറി ആവും. പക്ഷെ എന്ത് ചെയ്യാനാ, അമ്മ വെറുതെ ചിരിച്ച് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അടിച്ച് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ട് കേട്ടോ അമ്മക്ക്. ഗൈസ്, അപ്പം അമ്മയാണ് ഫസ്റ്റ് ട്രൈ. ഞാൻ അമ്മക്ക് കൊടുക്കുന്നു. അമ്മ അഭിനയിക്കലാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തിന്നിട്ടല്ലേ. ഓക്കെ, തിന്ന് കാണിച്ചു കൊടുക്കൂ. അമേസിങ്, റിയലി അമേസിങ്. നല്ലുണ്ട്, ഞാൻ വെറുതെ പറയുന്നില്ല. ശരിക്കും പറ, ടേസ്റ്റ് ഇല്ലേ? നല്ലുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ഷുഗർ നല്ല ആഡ് ചെയ്തുകൊണ്ട് നല്ലുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറേ നട്ട്സ് ആഡ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. നമ്മൾ വാവക്ക് ടേസ്റ്റിന് കൊടുക്കാൻ പോക്കാണ്. അവളെ റിവ്യൂയും കൂടി നമ്മൾ എടുക്കണമല്ലോ.
അതിന് മുന്നേ ഒരു കണ്ടീഷൻ ഉണ്ട്. നീ ആക്കുന്ന ഉമ്മതാ ഇങ്ങനല്ലേ ഉമ്മ കിട്ടും. ഒന്നും കുടിത്താ ഇങ്ങനല്ലേ കിട്ടും. നമ്മൾ മേടിച്ച് വെക്കണം. എന്തിന്റെ തണുപ്പുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഇതെടുത്തോ ഇഷ്ടായ നല്ല സൂപ്പർ പറ അല്ല ഇങ്ങോട്ടൊക്കെ വാ. ആ അങ്ങോട്ടൊക്കെ ക്യാമറ ഒക്കെ ചിഞ്ചോ പറ എങ്ങനെയുണ്ട് പറ. സൂപ്പർ പറയാ നമ്മൾ കഴിക്കണേ. ആയി കാണുന്നുണ്ടാ വീഡിയോയിൽ കാണുന്നു. യെസ് നല്ല ടേസ്റ്റ് ഉണ്ട്. യെസ് എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെ ഐസ്ക്രീം ചോക്ലേറ്റ് കട്ടിയാക്കാനുള്ള റെസിപ്പി അറിയുന്നെങ്കിൽ അവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടും കേട്ടോ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കട്ടിയാക്കണം എനിക്കൊരാഗ്രഹമുണ്ട്. സോ ഗായ്സ് ഞങ്ങളെ തട്ടിക്കൂട്ട് വ്ളോഗ് ഇപ്പോൾ അവസാനിക്കുകയാണ്. അപ്പോൾ വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആർവി ടോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിങ്ങനത്തെ കുറേ കോണ്ടൻസിന് വേണ്ടി നിങ്ങൾ എപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ വേറൊരു വ്ളോഗായിട്ട് വരുന്നവർക്കും ദിസ് ഇസ് ഗൃഹൻ ആൻഡ് ഗ്രീഹ സൈനിങ് ഓഫ് ഫ്രം ആർവി ടോക്ക്.